വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിഷിൻ്റെ ടൂറാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയാനായിട്ട് ഒരു 100 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 10, ആ മൂന്നിലൊരെണ്ണമെങ്കിലും നമുക്കിന്ന് സ്ട്രൈക്ക് ചെയ്യേണ്ടതായിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ വാഹയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ വാഹക്കുട്ടി. ഇതാണ് വാഹയുടെ ടാങ്ക്. ഇതിനകത്ത് ഇനി വാഹ കാണണമെങ്കിൽ ഇതാണ് നമ്മുടെ വാഹക്കുട്ടി. ആക്റ്റീവായിട്ട് നടക്കുന്നതാണ്. ഇന്നത്തെ ഞങ്ങൾ കൊഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇതിനകത്തൊരു ശംഖ് കടലിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മുള്ളുകൊണ്ട വിഷമാണ്, കൈയൊക്കെ പഴുക്കും. പിന്നെ നമ്മളൊരു കാര്യം പറയുവാണ്, വാഹ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഫുഡാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ടാങ്ക്, ഫുഡ് മെയിനായിട്ട് നോക്കണം. ലൈഫ് ഫീഡോ അല്ലെങ്കിൽ ജീവനുള്ള മീനോ അങ്ങനത്തെ എല്ലാം കൊടുത്താൽ മതി. പിന്നെ എന്തുവാ, പിന്നെ അതിൻ്റെ ടാങ്ക് എന്തായാലും നോക്കെന്താ. പിന്നെ ഇനിയൊന്നും ചെറിയ ബൗളിലോ അങ്ങനത്തെ ടാങ്കിലൊന്നും വളർത്താൻ പറ്റില്ല. വലിയ ടബോ അല്ലെങ്കിൽ വലിയ ടാങ്കോ അങ്ങനെയെല്ലാം ബിൽഡ് ചെയ്തിട്ട് വേണം അതിനകത്ത് ഇടാൻ, അല്ലെങ്കിൽ ഇത് ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇത് പുഴയിലും ആറ്റിലും ഒക്കെ കാണുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾ പലരും ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇതിൻ്റെ മാതാപിതാക്കളെ പിടിച്ചോണ്ട് പോകാറുണ്ട്. അത് ഒരിക്കലും ചെയ്യല്ലേ. പിന്നെ അടുത്തതായിട്ട് നമുക്കിടയിലുള്ളത്, പിന്നെ വേറെ കാര്യം, നമ്മുടെ വരാലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓൾഡ് മീനിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫൈറ്റർ 10-15 മീനുണ്ടായിരുന്നു. ഫൈറ്റർ, മോളി, ടെട്ര, സക്കർ, കൈതക്കോര, വരാല്. എന്തായാലും കുറച്ച് മീനെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കണ്ടു കാണും. ഈ ചാനൽ കാണുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് മീൻ സ്പോൺസർ ചെയ്യുക. പിന്നെ കുറേ മീനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളും മീൻ തിരിച്ച് മീൻ തരാനുള്ള ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മീൻ തരാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്യണം. ഞാൻ വീഡിയോ ഓടുമ്പോൾ കാണിച്ചു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കാണാം. അതിനടുത്ത് നമ്മുടെ വാഹയാണ്, വാഹയല്ല ഗൗരാമിയാണ്. ഇത് ഗൗരാമികളുടെ തീറ്റയൊക്കെയാണ്. ഇതാണ് ഗൗരാമിയുടെ തീറ്റ. ഇതിന്റെ ഗപ്പിന്റെ തീറ്റ. ഇത് ഞങ്ങൾക്ക് ഈ ടാങ്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിന്റെ ഇല്ലേ, വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ വെക്കുന്ന സാധനങ്ങളാണ്. ഇത് ഞങ്ങളുടെ സ്ഥലത്ത് പോയപ്പോൾ എടുത്തോണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളായിരുന്നാണ്. ഇതിനകത്ത് പിന്നെ 2 പൊടിമീൻ കിടപ്പുണ്ട്. ഒക്കെയാണ് ലൈഫ് ഫുഡാണ്. ഗൗരാമി കുട്ടി എവിടുന്ന് കഴിക്കത്ത് പിടിക്കേണ്ട ടഫ് കഴിക്കണ്ട. ഇത് ആൺഗൗരാമിയാണ്, നല്ല ആക്റ്റീവാണ്. ഇപ്പം ഞങ്ങൾ അതിൻ്റെ കൈക്കത്തൊക്കെ പിടിച്ചോണ്ട് ആക്റ്റീവ് കുറഞ്ഞാണ്. പിന്നെ ഇതിനകത്തും കുറച്ച് ഗപ്പി കിടപ്പുണ്ട്. ഗപ്പി അല്ലല്ലോ, ലൈഫ് ഫുഡ് കിടപ്പുണ്ട്. ഇത് വാഹയ്ക്കൊക്കെ ഉള്ളതാണ്. പിന്നെ ഞങ്ങൾ ഈ പ്ലാന്റ് വെച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അമോണിയ കയറുന്ന കാരണമാണ്. പിന്നെ കുറച്ച് ഡക്ക് ഫീഡ് കിടപ്പുണ്ട് ഇതിനകത്ത്. നമുക്ക് വേറെ കാര്യങ്ങൾ കാണാം. പിന്നെ അത് വെച്ചേക്കുന്ന കാരണം പറയണ്ട, അതിനകത്ത് മീനൊക്കെ ഒളിച്ചിരിക്കാനായിട്ടൊരു സെറ്റപ്പൊക്കെയാണ്. അതിനുള്ളൊരു നാച്ചുറൽ സെറ്റപ്പ് കൂട്ടാണ്. ഇത് ഞങ്ങളുടെ സൈക്കിളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ചെടി കാണുക, ഞങ്ങൾ സ്വന്തമായിട്ട് നട്ടുപിടിപ്പിച്ചതാണ്. പിന്നല്ല, ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ കൈ. ഇവിടെ അടുത്ത് തന്നെ ഒരു കണ്ടമുണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾക്ക് മീനെ കിട്ടിയത്. ശരിയാണല്ലോ. ഇതിനകത്തൊരു ലൈഫ് ഫുഡ് കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറേ ഇത് കിടപ്പുണ്ട്. ഇതുവരെ അതിൻ്റെ പേര് പൂത്താടി കിടപ്പുണ്ട്. അത് ഫീഡ് ഇട്ടേക്കുമല്ല, ചുമ്മാ അതിനകത്ത് കിടക്കട്ടെ നടക്കും. ഇത് പെർമനന്റ് ആയിട്ട് ഇതിനകത്ത് കിടക്കും, ടെമ്പററി. ഈ ഗപ്പി ഒരു മീൻ ഇതിനകത്ത് കിടപ്പുണ്ട്. എന്താ മീൻ? നല്ല ആക്റ്റീവാണ്. പരലിന്റെ കുട്ടിയാണെന്നാണ് തോന്നുന്നത്, അറിയത്തില്ല. നിങ്ങളുടെ നാട്ടിൽ പരലിനെ എന്തോ വിളിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. പരൽ എന്താണെന്ന് അറിയാത്തവർ പറയുക, ഞങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഇടാം. ഓക്കെ, നമ്മുടെ വേറെ സ്ഥലത്ത് മീൻ കിടപ്പുണ്ട്, അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതിനകത്ത് കാണാൻ പറ്റുമോന്ന് അറിയൂല. 2-3 ഗപ്പികളൊക്കെയാണ്, പേടിക്കാനൊന്നുമില്ല. ഇനി നമുക്ക് ചുമ്മാ ഹോം ടൂർ കാണിക്കാം. ഇത് നിങ്ങൾക്കറിയാവുന്നൊരു ചെടിയാണ്, ഇതെന്തോ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ നിറച്ച് ചെടികളുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ചെടി ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് ഞങ്ങളെ കപ്പലക്കാൻ മരം.
മീനിങ് ഓമയ്ക്കാന്ന് ഓമയ്ക്കാമ്പളം. ഓമയ്ക്ക മരം. അതാണ് സാർ. ഈ വീഡിയോ എടുക്കുന്ന മോൻ ഇത് ഞാൻ വിചാരിച്ച് വീഡിയോ ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഓടുന്നുണ്ടല്ലോ. ഹലോ ഉണ്ട്. ഞങ്ങളുടെ ഓമയ്ക്കാൻ മരമാണ്. വീഡിയോ എടുക്കുന്നത് ഇയാളാണ്. എന്റെ കൂട്ടുകാരനാണ് വീഡിയോയുടെ യൂട്യൂബ് ചാനൽ ഓണർ. ഇവനാണ്. ഇവന്റെ പേര് നന്ദു എന്നാണ്. എന്റെ പേര് ആഗ്നേന്നു. പിന്നെ ഇതിന്റെ നിങ്ങളുടെ നാട്ടിലൊക്കെ വിളിക്കുന്ന എന്തോ പേരാണെന്നും കൂടെ കമന്റ് ചെയ്യുക. ഇതിന്റെ അവിടെ കാണുന്നതാണ് കണ്ടം. അവിടെയൊക്കെ കാരി കൂരി തര മര തോര തര അങ്ങനെയൊക്കെ പറയുന്ന എന്തൊക്കെയോ മീൻ കിട്ടുന്നുണ്ട്. ഇവിടെ നിറച്ച് നല്ല ഭംഗിയുള്ള ചെടിയുണ്ട്. ഇത് നമ്മുടെ ചാമ്പയ്ക്ക മരം. ഇതിനകത്ത് പൂ കായ്ച്ചിട്ടുണ്ട്. ചാമ്പയ്ക്ക മരത്തിനകത്താണെങ്കിൽ അതെ പൂ അറ്റത്ത് കാണാം. നിങ്ങളുടെ വീട്ടിൽ ചാമ്പയ്ക്ക മരം ഉണ്ടോ? ഇത് നമ്മുടെ വാഴയ്ക്ക സ്വന്തം വാഴയ്ക്ക. നിങ്ങളുടെ നാട്ടിൽ വാഴയ്ക്കൊക്കെ എന്താണ് വിളിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇത് മറ്റേ ഏറ്റവും ഔഷധമുള്ള ഒരു സസ്യമാണ് തുളസി. ഇടയ്ക്ക് എടുത്ത് വായിട്ട് ചവച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇത് ഞങ്ങളുടെ ഇതാണ് പ്ലാവ്. പ്ലാവിന്റെ തൈ കൃഷി വകുപ്പിൽ കിട്ടും. കറിവേപ്പില. ഇതും ഒരു ഔഷധ ഗുണമുള്ളതാണ്. ഏത് ഔഷധ ഗുണം? കറിവേപ്പില. ഇത് റയർ സ്പീഷീസ് ആണ്. ലോകത്ത് 30 ഉള്ളു. നല്ല വിലയായിരുന്നു. 20. ഇതിനകത്ത് അവക്കാഡോ ഇവിടെയുണ്ട്. അവക്കാഡോ ഭയങ്കര റയറാണ്. ഇപ്പൊ 2-3 ചെടികളൊക്കെ ഉള്ളു. ഭയങ്കര റയറാ. ചുമ്മാ തള്ളടിക്കുന്നതാണ് ഗൈസ് കേട്ടോ. നിങ്ങൾ ഇതൊന്ന് തേങ്ങാമരം ചാമ്പയ്ക്ക മരം. പിന്നെ ഇത് നമ്മുടെ മരം. ഇത് വേറെന്താ? പേര. പിന്നെ പേര് പറഞ്ഞത് പേര. പിന്നെ പറഞ്ഞത് അതും കുഴപ്പമില്ല. വാ. ഇത് അതിന്റെ അപ്പുറത്തോട്ട് ചെറിയൊരു കാടുള്ള സ്ഥലം. നിങ്ങൾക്ക് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ കണ്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഏരിയയാണ്. ഏറാംതോട്ടം അറിയാത്തവര് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഗൂഗിളിനകത്ത് വരെ ഉണ്ട്. ഗൂഗിൾ മാപ്പിനകത്തൊക്കെ ഭയങ്കര കൂടിയ സ്ഥലമാണ്. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ സൈക്കിളിനെ പറ്റി ചുമ്മാ പറയുവാണ്. ഞങ്ങളുടെ ഓൾഡ് മോഡലാണ്. ഇത് 2000 എത്രല്ല വാങ്ങിയ? 15 അല്ലല്ലോ, 2020. ഇത് 2020 വാങ്ങി. ഇത് 21 വാങ്ങി. 21 22 കണ്ടു വാങ്ങിയതാണ്. പിന്നെ വലിയ നല്ല മോഡലാണ് ഇത്. പിന്നെ ചെയിനൊക്കെ ഊരി പോയി കിടക്കുവാണ്. ചെയിനൊക്കെ ലൂസാണ്. ഞങ്ങൾ ഇത്ര നേരം സൈക്കിൾ ഓടിച്ചാണ്. ഇത് ഞങ്ങൾ ചുമ്മാ കവറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. എന്റെ ബെല്ല് കേട്ടാ നിങ്ങളെല്ലാം ചിരിച്ചു. കുട്ടി പിള്ളേരുടെ കൂട്ടാണ്. ഇത് വലിയ സൗണ്ടാണ്. ഓക്കെ ഗൈസ്, ബ്രേക്ക് ഒക്കെ ഉണ്ട്. പൊളി ബ്രേക്കാണ്. ഇതിനകത്തൊക്കെ ഗിയർ വെക്കാൻ പറ്റുന്ന സൈക്കിളാണ്. ഇപ്പൊ ഈ സൈക്കിളൊന്നും കടയിലൊന്നും കിട്ടൂല. ഈ സൈക്കിൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കുറെ നേരമല്ലോ. കുറെ നേരം അത്രയായിട്ടില്ല. രണ്ടുപേരും ഒരുമിച്ച് കാണിക്കുന്നത് എങ്ങനെയാ? ഇതാവും അല്ല, ഫോൺ തിരിക്കുന്നത്. ബൈ ബൈ നന്ദു ബൈ ബൈ ബൈ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ടാർഗറ്റ് എത്ര ഇന്നത്തെ സബ്സ്ക്രൈബേഴ്സിന്റെ അറിയോ? സബ്സ്ക്രൈബേഴ്സോ? ലൈക്ക് അങ്ങനെ അറിയടാ. ശരി ഗൈസ്, ബൈ ബൈ. ടാറ്റാ. നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നു. ബൈ.